രോഗം മാറുക എന്നതിലുപരി ആ രോഗത്തിന്റെ സ്റ്റേറ്റിൽ നിങ്ങളൊരു മെന്റൽ സ്റ്റേറ്റിൽ നിൽക്കുന്നുണ്ടാവല്ലോ, അതിലൊരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ അധിക ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആവണില്ല, ക്ഷീണാണ്, കൊഴക്കാണ്. ഇതൊക്കെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ ഇത് നിങ്ങളൊരു അഫർമേഷൻ പോലെ 24 മണിക്കൂർ അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ആദ്യം നിങ്ങൾ പറയുന്നത് കൊഴക്കാണ്, ക്ഷീണാണ്, ആവണില്ല. കിടക്കുന്നതിന്റെ തൊട്ട് മുന്നേ പറയുന്നുണ്ട് കൊഴക്കാണ്, ക്ഷീണാണ്, ആവണില്ല. ഇതന്നെ ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അഫർമേഷൻസിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പഠിച്ചാൽ മതി. സി, ബ്രൂസ്ലി പറയുന്നുണ്ട്, Don't speak negatively about yourself, even as a joke. Your body doesn't know the difference. Words are energy and they cast spells. That's why it's called spelling. Change the way you speak about yourself and you can change your life. യെസ്, നിങ്ങളെ ശരീരത്തിനോട് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, ഈവൻ ഇറ്റ്സ് എ ജോക്ക്, തമാശക്കാണെങ്കിൽ കൂടി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ് നിങ്ങൾ യൂസ് ചെയ്തെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങളെ ബോഡിക്ക് അത് അറിയില്ല നിങ്ങൾ പറയുന്നത് സത്യമാണോ കളവാണോ എന്ന്. അതിനനുസരിച്ച് നിങ്ങളെ ബോഡി പെരുമാറാൻ വേണ്ടിയിട്ട് തുടങ്ങും. എനിക്ക് ക്ഷീണാണ്, എനിക്ക് തളർച്ചയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നിങ്ങളെ ബോഡി തളരാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ബോഡി ക്ഷീണിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടേ നിൽക്കുന്നുള്ളത്. അപ്പം അതിന് പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് നിങ്ങൾ തന്നെ കണ്ടെത്തുക. എങ്ങനെ എനിക്ക് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എന്നിട്ട് അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളെ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് രോഗം മാറുക എന്നതിലുപരി ആ രോഗത്തിന്റെ സ്റ്റേറ്റിൽ നിങ്ങളൊരു മെന്റൽ സ്റ്റേറ്റിൽ നിൽക്കുന്നുണ്ടാവല്ലോ, അതിലൊരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. റിമെമ്പർ ദിസ്, 90% രോഗങ്ങളും മനോജന്യ രോഗങ്ങളാന്ന് പറയുന്നുണ്ട്, സൈക്കോസൊമാറ്റിക് ഡിസീസസ്. സോ മനസ്സിലെ ഒരു ചിന്ത നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രോഗത്തിനുള്ളൊരു മരുന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും.